ഉണ്ടോ ഹെൽത്തി ആയിട്ടുള്ള ചട്നി പൗഡർ ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് മുരിങ്ങയിലയാണ്. അത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മുരിങ്ങയില ഇപ്പം എല്ലാവർക്കും അറിയാം, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അതായത് ഇപ്പം ഞാൻ തന്നെ മുരിങ്ങയില വെച്ചിട്ടുള്ള തോരനും മോരുകറിയും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത്. അതായത് എരിവൊക്കെ കുറച്ചിട്ട് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്കും കൂടി കൊടുക്കാം. ഇതൊരു വെച്ചിട്ടുള്ളൊരു ചട്നി പൗഡറാണ്. നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും അതുപോലെ തന്നെ ചോറിനും കൂട്ടി കഴിക്കാൻ പറ്റും. ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇത് കുറച്ച് നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റും. അതായത് നമുക്ക് നല്ല ഉണങ്ങിയ കുപ്പിയിലൊക്കെ ഇട്ട് അടച്ചു വെച്ചാൽ ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല, നമുക്ക് പുറത്ത് തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കൂടുതൽ പറയുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരും. കണ്ടോ, ഞാൻ മുരിങ്ങയില കൊണ്ടുവച്ചിരിക്കുക. ഇതിൻ്റെ തണ്ടിൽ നിന്ന് ഇലകളായിട്ട് അടർത്തിയെടുക്കണം. ഇതിൻ്റെ തണ്ടിട്ട് കഴിഞ്ഞാൽ ചെറിയ കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇലകളായിട്ട് അടർത്തിയെടുത്തിട്ട് നമുക്ക് കഴുകിയെടുക്കാം. കണ്ടോ, ഇതിൻ്റെ മുരിങ്ങയിലയൊക്കെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. വേണമെങ്കിൽ നമുക്ക് ചെറിയ വെയിലത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ ഫാനിട്ട് വയ്ക്കുമ്പോഴും പ്രശ്നമാണ്, പറന്നു പോവില്ലേ. അപ്പോൾ എന്തെങ്കിലും നെറ്റ് വെച്ച് കവർ ചെയ്തിട്ട് ഫാനിട്ട് കൊടുത്താലും മതി. 1/4 കപ്പ് ഉഴുന്നാണ്. ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞിട്ട് ഒന്ന് നമുക്ക് ഡ്രൈ ആയിട്ടിരിക്കട്ടെ, എന്നിട്ട് നമുക്ക് വറക്കാനുള്ളതാണ്. അപ്പോൾ വറക്കുമ്പോൾ ഇതിലെ വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ പോകുമല്ലോ. ഇത് കുറച്ച് വെളുത്ത എള്ളാണ്. ഇത് വളരെ നല്ലതാണ്. ഇതും കൂടി നമുക്ക് വറുത്ത് പൊടിക്കണം. ഇത് സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ലതായിട്ടുള്ള സാധനമാണ്. കറുത്ത എള്ളാണെങ്കിലും നല്ലതാണ്, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന വെളുത്ത എള്ളാണ്. എടുത്തിരിക്കുന്നത് കായത്തിൻ്റെ പൊടി കണ്ടോ. ഇനി എരിവിന് ആവശ്യമുള്ള ചുവന്ന മുളക് ഞാനിവിടെ 4 എടുത്തിട്ടുള്ളൂ. ഒരുപാട് എരിവായി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വേണമെന്നുള്ളവർക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1-2 കൂടി എടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ നമുക്ക് സാധാ തേങ്ങ എടുത്താലും മതി. അതൊന്ന് അതിലെ വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ അതൊന്ന് വറുത്തത് കളയണം. അല്ലെങ്കിൽ ഇപ്പം ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. അതിവിടെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അതെടുത്തത്, അല്ലെങ്കിൽ തേങ്ങ എടുത്തേനെ. പിന്നെ ഒരു ചെറിയ കട്ട ശർക്കര, ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നോൺ സ്റ്റിക്ക് പാനാണ്. പിന്നെ ഞാനിവിടെ ഇപ്പം കഴുകിയെടുത്ത് വെയിലത്തൊക്കെ വെച്ചു, എങ്കിലും ഫുൾ വാട്ടർ കണ്ടൻറ്റ് പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിട്ട് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, ഇതൊന്ന് ഇട്ട് കൊടുക്കാം. 1 കപ്പോളം ഉണ്ട് ഈ ഇല. നമ്മുടെ മുരിങ്ങയിലയാണ്. നല്ല അറിയാമല്ലോ, മുരിങ്ങയില ഭയങ്കര ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ്. തോരനൊക്കെ ഉണ്ടാക്കി, ഒഴിച്ചുകറിയൊക്കെ ഉണ്ടാക്കി ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. ഇലയുടെ നിറമൊന്നും മാറണ്ട, ഡ്രൈ ആയി കിട്ടിയാൽ മതി നമുക്ക്. പിന്നെ ഇതൊന്ന് പൊടിയണ അവസ്ഥയിലേക്ക് വരണം. നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഒന്ന് പൊടിക്കണം, കൈ കൊണ്ടൊന്ന് ഞെക്കി പൊടിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നമുക്കിത് മാറ്റാം. ഇടയ്ക്കൊന്ന് നമുക്ക് ഇങ്ങനെ നോക്കാം, വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ടോ, ഒന്ന് പൊടിയണ പരുവത്തിലായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഏതാണ്ട് വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ പോയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു 2-3 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പം മുരിങ്ങയില നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉഴുന്ന് കഴുകി വെച്ചേക്കുന്ന ഉഴുന്ന്.
അതും ചെറിയ തീയിൽ വെച്ച് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്നൊരു ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മതി, പൊടിക്കാൻ പാകത്തിനായി കിട്ടിയാൽ മതി. ഇത് നിറം മാറുന്നവരെ ഒന്നും വറക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പൊടിക്കാൻ പരുവത്തിനാക്കി എടുത്താൽ മതി. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഏതാണ്ടായി വരുന്നുണ്ട്, ഒരു 2 മിനിറ്റൊക്കെ മതിയാവും. നമ്മൾ കഴുകിയത് കൊണ്ട് ആ ജലാംശം പോകണം, അത്ര മാത്രം. നമ്മൾ മാറ്റി. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരല്പം വെളിച്ചെണ്ണ, അതായത് 1 ടീസ്പൂണൊക്കെ മതിയാവും, ഒരുപാട് എണ്ണ ഒന്നും വേണ്ട. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്ത എള്ള ഉണ്ടല്ലോ, അതൊന്നിട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് തന്നെ ചെയ്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വറ്റൽ മുളക്, ഞാനിവിടെ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമുള്ളത് എടുക്കാം. ഇതും ഒന്ന് മൂത്ത് കിട്ടണം. എള്ള് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ്. തേങ്ങ ചിരകിയത്, ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. പക്ഷേ ഞാനിവിടെ ഇപ്പം തേങ്ങയുടെ ആ ജലാംശം ഒന്ന് വറ്റി കിട്ടിയാൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് അത് എടുക്കുന്നത്, അല്ലെങ്കിൽ സാധാ തേങ്ങ ചിരകിയതായാലും മതി. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ചൂടാറിക്കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും ജലാംശം പാടില്ല, നല്ലതുപോലെ തുടച്ച് ഉണക്കിയെടുക്കണം. അതിലേക്ക് ആദ്യം നമ്മുടെ ഇല, മുരിങ്ങ ഇല വറുത്ത് വെച്ചിട്ടില്ലേ, അതിട്ട് കൊടുക്കും. തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉഴുന്ന് വറുത്ത് വെച്ചതാണ്. എല്ലാം കൂടി ഒറ്റ അടിക്ക് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി എന്താണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണേ? നമ്മളിവിടെ മുളക് പൊടി, എള്ള്, മുളക് പൊടിയല്ല കേട്ടോ, മുളക്, എള്ള്, പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഇത്രയും ചേർത്ത് കൊടുക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. ഇനി ചേർക്കാനുള്ളത് ഒരു ചെറിയ കട്ട ശർക്കര, ഒരല്പം പുളി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ശീലപ്പൊടി പോലെ ആവണ്ട, കുറച്ച് തരിതരിപ്പായിട്ട്, അരിക്കൊന്നും വേണ്ട, നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതൊരു തരം ചട്നി പൗഡറാണ്. ഉണ്ടോ, ഹെൽത്തി ആയിട്ടുള്ള ചട്നി പൗഡർ ഇവിടെ റെഡിയാണ്. ഇത് കുറച്ച് തരിതരിപ്പാണ് എന്ന് വെച്ച് നമ്മൾ അരിക്കൊന്നും വേണ്ട. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും, ഫ്രിഡ്ജിലൊന്നും വയ്ക്കണ്ട. ആവശ്യത്തിന് എരിവും ഉപ്പും ചെറിയൊരു പുളിപ്പും ഒക്കെ ഉണ്ട്, നല്ല ഹെൽത്തിയാണ്. കണ്ടില്ലേ, നമ്മുടെ ചട്നി പൗഡർ, സ്പെഷ്യൽ ചട്നി പൗഡറാണിത്, റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും ചോറിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയതാണ്. മുരിങ്ങയില ഉപയോഗിച്ചിട്ടുള്ള ഈ ചട്നി പൗഡർ കണ്ടില്ലേ, ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസിപ്പി കൂടിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.